ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ. എന്തും ചെയ്തിട്ട് ഞാനൊന്നും മുണ്ടില്ല ജീവിതകാലം മുഴുവൻ എന്ന് ആർക്കെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നുള്ള ഒരു ചൊല്ല് നാട്ടിൽ നേരത്തെ ഉണ്ട്. അത് സാധാരണ നിലയിൽ കേസ് കൊടുക്കേണ്ടത് കേസ് കൊടുക്കും, കമ്മീഷൻ ഇടപെടേണ്ടത് കമ്മീഷൻ ഇടപെടും. ആ കേസുകളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഈ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എന്താണ്? അതല്ലേ ചോദ്യം. ഒരാൾക്ക് 2 ഐഡൻറ്റി കാർഡ് ഉണ്ട്, എന്താണ് മറുപടിയും ചോദിച്ചാൽ കേസ് കൊടുക്കാമെന്നാണോ ജനാധിപത്യത്തിൽ പറയുന്ന സാമാന്യ മര്യാദ? ഒരാൾ 2 വോട്ട് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുക എന്നാണോ അതിനുള്ള മറുപടി? അതൊക്കെ ഉത്തരം മുട്ടുന്നൊരു ഘട്ടത്തിൽ ജനാധിപത്യത്തിൽ ഞാനെന്ത് മുണ്ടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനാധിപത്യത്തിൽ അങ്ങനെയല്ല. ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ. എന്തും ചെയ്തിട്ട് ഞാനൊന്നും മുണ്ടില്ല ജീവിതകാലം മുഴുവൻ എന്ന് ആർക്കെങ്കിലും പ്രഖ്യാപിക്കാൻ പറ്റുമോ? അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ പണിക്ക് നിൽക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ ഹൈജാക്ക് ചെയ്തു BJP എന്നുള്ളത് തന്നെയാണ്. അത് നോക്കി പരിശോധിച്ചാൽ മതി. എന്നെ കൊണ്ടത് പറയിപ്പിക്കണമെന്നില്ല. കാര്യം കേട്ടിട്ട് രാമന്റെ ആരാ സീത എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രാമായണം വായിച്ചാൽ മനസ്സിലാവും. ബന്ധപ്പെട്ട ഈ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 10 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു. അത് കളക്ടറുടെ അക്കൗണ്ടിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. സർക്കാർ പറയുന്നു ആ 10 ലക്ഷം രൂപ എത്തിയിരുന്നു. പക്ഷേ കുട്ടികളുടെ ഈ കളക്ടർ പറയുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നാണ്. ഞാനിപ്പോഴാണ് ഇത് കേൾക്കുന്നത്. നോക്കി പരിശോധിക്കാം. ഈ CPIക്ക് തൃശ്ശൂരിൽ പല മണ്ഡലങ്ങളിലും സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ ബൂത്ത് തലങ്ങളിലെ പ്രവർത്തനം അത്രയ്ക്ക് മോശമായിരുന്നു CPIയുടെ. ഇങ്ങനെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോകുമ്പോൾ ഞാനതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രയാസമാണ്. ഞാനതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രയാസമാവും. അത് നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. അങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പ്രയാസമാവും. ഒരാൾ 2 വോട്ടർ പട്ടികയിൽ പേരുണ്ടായി, 2 വോട്ടർ ഐഡൻറ്റി കാർഡ് കക്ഷത്ത് വെച്ചാൽ ബൂത്ത് കമ്മിറ്റി സെക്രട്ടറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ കീശ തുറന്ന് പരിശോധിക്കാൻ പറ്റുമോ? ഇത് മര്യാദയായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ ചെയ്യേണ്ട മാന്യതകൾ ചെയ്യാത്തവരോട് ഇത്തരം ചില എളുപ്പവഴികളിൽ ഓട്ടയടയ്ക്കാൻ നോക്കരുത്. ചരിത്രത്തിനോട് സമാധാനം പറയേണ്ടി വരും. ഒരു ജനാധിപത്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രവർത്തനത്തിന് വേണമെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ തങ്ങളുടെ കയ്യിലാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പോയി നോക്ക് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാം. പക്ഷേ ജനങ്ങളെ അല്ലേ വെല്ലുവിളിക്കുന്നത്? ഗവൺമെൻറ്റിനെ അല്ലല്ലോ, ഒരു മുന്നണിയല്ലല്ലോ, ജനങ്ങളെയല്ലേ വെല്ലുവിളിക്കുന്നത്. ഞങ്ങളിത് ചെയ്യും എന്നാണ് ഈ ബന്ധപ്പെട്ടവരുടെ പ്രഖ്യാപനമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള നടപടികളുമായിട്ട് ജനം മുന്നോട്ട് പോകും. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ.